46 വർഷത്തിന് ശേഷം ഉലക നായകൻ കമൽ ഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒന്നിച്ചൊരു വമ്പൻ സിനിമ വരാൻ പോവുകയാണ്. അത് നമ്മുടെ നെൽസൺ ദിലീപ് കുമാറാണ് അങ്ങനെ ഫൈനലായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ. ആദ്യം കേൾക്കാൻ സാധിച്ചത് നമ്മുടെ സുന്ദർ സി അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് ആവുമെന്നാണ്. ലോകേഷ് കനകരാജ് ഓൾമോസ്റ്റ് സിനിമയിൽ നിന്ന് ഡ്രോപ്പായി. കാരണം ആ സമയത്താണ് കൂലി സിനിമേന്റെ ഫെയിലിയർ. അതുകൊണ്ട് തന്നെ ലോകേഷ് ആയിട്ടുള്ള ഒരു സിനിമ ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. പുള്ളിക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ. കാരണം കൂലി സിനിമ നല്ല ഓൾമോസ്റ്റ് വലിയൊരു ഹൈപ്പാണ് പുള്ളിക്കാരൻ കൊടുത്തത് നമ്മുടെ ലോകേഷ് കനകരാജ്. ആ ഒരു ഹൈപ്പൊക്കെ തരിപ്പണമായി നമുക്ക് എല്ലാവർക്കും പറയും ബോക്സ് ഓഫീസിൽ. വലിയൊരു നഷ്ടമാണ് സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സമ്മാനിച്ചത്. എന്നാലും ആരാധകർ പറയും പടം നഷ്ടമൊന്നുമല്ല, സ്റ്റിൽ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റാണ്. പക്ഷേ റിലീസിൽ കൊണ്ടുപോകുന്നവർക്കെല്ലാം അറിയത്തുള്ളൂ പടം നഷ്ടമാണോ വിജയമാണോ എന്ന്. എന്തായാലും അത് വിടാം. പിന്നെ സുന്ദർ സി എന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയതാണ് സുന്ദർ സി ആയിട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉലകനായകൻ രജനീകാന്ത് സിനിമ എന്ന്. പക്ഷെ അതൊരു പ്രോപ്പർ സിനിമ ആവത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു പ്രോപ്പർ റിയൂണിയൻ ആവത്തില്ല. കാരണം സുന്ദർ സിന്റെ സിനിമ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലോജിക് ഇല്ലാത്ത ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു ഐറ്റം സോങ് ഒക്കെ ആയിട്ട് അലമ്പ് സാധനമായിരിക്കും. പക്ഷെ ആ സിനിമ പിന്നെ പെട്ടെന്ന് സുന്ദർ സി അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ നമ്മുടെ നെൽസൺ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അനൗൺസ്മെന്റ് പോസ്റ്റർ, അതൊരു രക്ഷയില്ല. കിഡു അനൗൺസ്മെന്റ്, പുള്ളിക്കാരൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് പ്രൊമോ വീഡിയോ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 3 മിനിറ്റ് വരുന്നു. നല്ല വൃത്തിക്ക് ഡയറക്ഷനൊക്കെ ചെയ്ത് അടിപൊളി പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. രണ്ടുപേർക്കും നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടാണ് പ്രൊമോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, സിനിമയിൽ ആരാണ് ഹീറോ? എന്തായാലും അത് വാലിഡ് ആയ ഒരു ചോദ്യം തന്നെയാണ്. ആരായിരിക്കും പടത്തിൽ നായകൻ? രണ്ടുപേരും നായകന്മാരാണ്. ആരായിരിക്കും സിനിമയിൽ നായകനാക്കാൻ പോകുന്നത്? എന്തായാലും നെൽസന്റെ സിനിമ വരട്ടെ. പടത്തിന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓൾമോസ്റ്റ് കേൾക്കാൻ സാധിക്കും സിനിമ ഈ ഒരു വർഷാവസാനമാണ് സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമയുടെ കാസ്റ്റ് എന്തായാലും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് മാത്രമല്ല നല്ല അടിപൊളി കേമിയ റോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഈവൻ മോളിവുഡ് ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും കന്നഡ ആണെങ്കിലും ബോളിവുഡ് ആണെങ്കിലും ഏത് ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു കിടു കേമിയ റോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം നിലവിൽ പുറത്തിറങ്ങാൻ പോകുന്ന ജയിലർ 2 സിനിമയിൽ SRK ആണ് വരാൻ പോകുന്നത് കേമിയ റോളിൽ, നമ്മുടെ ഷാറൂഖ് ഖാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വമ്പൻ സിനിമയിൽ ആരൊക്കെ വരുമെന്ന് കേമിയ റോളിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. സിനിമയ്ക്കായിട്ട് നല്ല എക്സൈറ്റഡ് തന്നെയാണ് ഞാൻ. റെഡ് ജയൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. കാത്തിരിക്കണേ ചെയ്ത് നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. പിന്നെ അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് നമ്മുടെ അനിരുദ്ധ് തന്നെയാണ്. അനിരുദ്ധ് നല്ല വിൻറ്റേജ് മോഡല് BGM മ്യൂസിക് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ലോകേഷിന്റെ അല്ലു അർജുൻ സിനിമേന്റെ ആ ഒരു തീം മ്യൂസിക്കിനെക്കാളും കുറച്ചും കൂടി ഒരു വിൻറ്റേജ് ടച്ച് ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും ഇനി ഇതായിരിക്കും ട്രെൻഡിങ് ആവാൻ പോകുന്നത്. ഇപ്പം നിലവിൽ സ്പോട്ടിഫൈയിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക ഈ അനൗൺസ്മെന്റ് വീഡിയോനെ കുറിച്ച്. കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമ ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ.